ഹലോ ഡോക്ടറെ, എനിക്ക് 12 വയസ്സുള്ളൊരു മകളുണ്ട്. അപ്പോൾ എന്താ അവൾക്ക് പറ്റിയെന്ന് അറിയത്തില്ല. 2-3 ദിവസമായിട്ട് ഇപ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല. എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചോദിച്ചു നോക്കി, റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല. 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയുടെ വാക്കുകളാണിത്. 7 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വളർച്ചാക്കാലം അവരുടെ ജീവിതത്തിലെ ബേസ്മെന്റ് ആണെന്ന് പറയാം. അപ്പൊ അവരുടെ മെന്റൽ ഡെവലപ്മെന്റ് അനുസരിച്ചിട്ടുള്ള പാരന്റിംഗ് ആണ് നാം അവർക്ക് നൽകേണ്ടത്. 7 മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളെ മിഡിൽ ചൈൽഡ്ഹുഡ് എന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രായത്തിലാണ് കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള കഴിവ്, മറ്റു കൂട്ടുകാരുമായി ഇടപഴകാനുള്ള കഴിവ്, അതുപോലെ തന്നെ പഠനം എന്താണ്, വിജയം എന്താണ്, തോൽവി എന്താണ് എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു കാലമാണിത്. ഈ പ്രായത്തിലുള്ള കുട്ടികളെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അവര് സ്കൂളിൽ നടന്ന കാര്യങ്ങൾ അതേപടി വീട്ടിൽ വന്ന് പറയുന്നതായി കാണാം. ഉദാഹരണത്തിന്, അമ്മേ അവൻ എന്റെ പെൻസിൽ എടുത്തു, അപ്പൊ ഞാൻ അവനെ അടിച്ചു. അല്ലെങ്കിൽ അവൾ സ്നാക്സ് എടുത്തില്ലായിരുന്നു, ഞാനപ്പം ഒരു പീസ് ആപ്പിൾ അവൾക്ക് കൊടുത്തു. ഇങ്ങനെ അവിടെ നടന്നത് മുഴുവനായും പറയാം ഈ കുട്ടികള്. പക്ഷെ നമുക്ക് ഇവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. പാരന്റ്സായ നമ്മള് ഇവര് പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു നിൽക്കുക, എന്നിട്ട് അതിന് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക. അതായത്, അവൻ എന്റെ പെൻസിൽ എടുത്തു, അപ്പൊ ഞാൻ അവനെ അടിച്ചു എന്ന് പറഞ്ഞപ്പം നീ അത് ചെയ്യണ്ടായിരുന്നു, പകരം നീ അത് മാമിനോട് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് അവനോട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ, ഞാൻ അവൾക്ക് സ്നാക്സിന് ആപ്പിൾ കൊടുത്തു എന്ന് പറഞ്ഞപ്പം ഇത് നല്ല കാര്യമാണ്, നീ ചെയ്യുന്ന നല്ലതാണെന്ന് അവളെ ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഇതാണ് അവരെ കേട്ടിരിക്കുക, അവർക്ക് വേണ്ട പോസിറ്റീവ് സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഇവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്. ഇനി 10 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ പ്രീ ടീൻസ് എന്ന് പറയാം. ഇവര് സ്വയം ചിന്തിക്കാനും വിമർശിക്കാനും മറ്റുള്ളവരെ അനുകരിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു പ്രായമായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നവരുമായിരിക്കും. സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ, മോളെ നിനക്ക് എന്താ പറ്റിയത്, ഇന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിന്റെ മുഖം എന്താ ഇങ്ങനെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം അവരെ ചേർത്ത് നിർത്തി, മോളെ നിനക്ക് എന്താണ് പറ്റിയത്, നിന്റെ മുഖം കണ്ടാൽ തന്നെ അമ്മക്കറിയാം ഇന്ന് എന്തോ വിഷമിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ടീച്ചറോട് വിളിച്ചു ചോദിക്കണോ, എന്തെങ്കിലും ഇന്ന് സ്കൂളിൽ പ്രശ്നം ഉണ്ടായോ, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുള്ളത് ഉണ്ടാക്കിയോ? ഇങ്ങനെ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി അവരെ ചേർത്ത് നിർത്തി അവരെ താല്പര്യങ്ങളിലേക്ക് ഇറങ്ങി ഒന്ന് സംസാരിച്ചു നോക്കൂ. നിങ്ങൾക്ക് കിട്ടേണ്ടത് മുഴുവനായും കിട്ടും.